പ്രവാസികളടക്കമുള്ള രക്ഷിതാക്കൾക്ക് ആശ്വാസമായി ദുബായ് കിരീടാവകാശി. ദുബായിലെ സ്വകാര്യ സ്കൂളുകളിൽ അടുത്ത അധ്യയന വർഷത്തിൽ ഫീസ് വർധനവ് ഉണ്ടായിരിക്കില്ലെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം. രക്ഷിതാക്കളുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കാനും വിദ്യാഭ്യാസ മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നടപടി. ഫീസ് വർധനം അനുവദിക്കില്ലെങ്കിലും സ്കൂൾ മാനേജ്മെന്റുകളെ പിന്തുണയ്ക്കുന്നതിനായി 1.5 ബില്യൺ ദിർഹത്തിന്റെ പുതിയ സാമ്പത്തിക പാക്കേജും ദുബായ് ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ രാജ്യത്തെ ആകെ സാമ്പത്തിക പ്രോത്സാഹന സഹായം 2.5 ബില്യൺ ദിർഹമായി. വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകളെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള 33 പുതിയ സംരംഭങ്ങൾ അടുത്ത 12 മാസത്തിനുള്ളിൽ നടപ്പിലാക്കും. പുതിയ നടപടികളുടെ ഭാഗമായി സ്വകാര്യ സ്കൂളുകളുടെ ലൈസൻസ് പുതുക്കൽ ഫീസുകളും പിഴകളും അടയ്ക്കാൻ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. കിൻഡർ ഗാർഡൻ പോലെയുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് ലൈസൻസ് ഫീസിൽ നിന്നും മുനിസിപ്പാലിറ്റി മാർക്കറ്റ് ഫീസിൽ നിന്നും പൂർണ്ണ ഇളവ് നൽകും. കൂടാതെ വികസന ഘട്ടത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ഭാഗിക വാടക ഇളവുകളും ദീർഘിപ്പിച്ച വാടകരഹിത കാലയളവും ലഭ്യമാക്കും. നിലവിൽ 17 വ്യത്യസ്ത പാഠ്യ പദ്ധതികളിലായി ഏകദേശം 2,30,000 വിദ്യാർത്ഥികൾ ദുബായിൽ വിദ്യാഭ്യാസം നേടുന്നുണ്ടെന്നാണ് കണക്കുകൾ. ജനം, ദുബായ്.